നിലവിലെ സംയുക്ത സൈനിക മേധാവിയായ ജനറൽ അനിൽ ചൗഹാൻ മെയ് 30-ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള NS രാജസുബ്രഹ്മണി പുതിയ സംയുക്ത സൈനിക മേധാവിയായി തലപ്പത്തെത്തുന്നത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി മെയ് 31-ന് വിരമിക്കുന്നതിനെ തുടർന്നാണ് കൃഷ്ണ സ്വാമിനാഥൻ നാവികസേനയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. ഇരുവരും ഏപ്രിൽ ആദ്യത്തോടെ ചുമതല ഏറ്റെടുത്തേക്കും. ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണി സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിക്കും. രാജസുബ്രഹ്മണി 2025 സെപ്റ്റംബർ 1 മുതൽ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിൽ സൈനിക ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. നേരത്തെ ആർമി സ്റ്റാഫിന്റെ വൈസ് ചീഫായും സെൻട്രൽ കമാൻഡന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായും സേവനമനുഷ്ഠിച്ചു. നിലവിൽ മുംബൈയിൽ വെസ്റ്റേൺ നേവൽ കമാൻഡറായ വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ കാലാവധി 2028 ഡിസംബർ 31 വരെ തുടരും. തമിഴ്നാട്ടിൽ കുടുംബപേരുള്ള ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണി 1968 ജൂലൈ 21-ന് മുംബൈയിലാണ് ജനിച്ചത്. നാഷണൽ ഡിഫൻസ് അക്കാദമി, ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എന്നിവിടങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. 37 വർഷത്തിലധികം നീണ്ട പ്രവർത്തന പരിചയമുണ്ട്. സേവന മികവിനായി പരമവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ ഉൾപ്പെടെയുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. 1987 ജൂലൈ 1-ന് ഇന്ത്യൻ നാവികസേനയിൽ നിയമിതനായ വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് വാർഫെയർ എന്നിവിടങ്ങളിൽ സ്പെഷ്യലിസ്റ്റാണ്. കണ്ടക്ലോസയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമി, രാജ്യത്തിന് പുറത്തുള്ള സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടം. അതിവിശിഷ്ട സേവാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നീ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.